എം ജി സാർ, ഗിരീഷ് പുത്തഞ്ചേരി സാറും എം ജി ശ്രീകുമാർ സാറും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിലാണ് ഒരുപാട് പാട്ടുകൾ സാർ പാടിയിട്ടുള്ളത്. ഗിരീഷിന് മാത്രമല്ല, ഗിരീഷിന് മുമ്പ് പാടിയിട്ടുള്ള കാവാലൻ നാരായണ പണിക്കർ സാറ്, അതുപോലെ തന്നെ കൈതപ്പുറം, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഗിരീഷ് വരുന്നത്. എങ്കിലും ഞാനും ഗിരീഷുമായിട്ടുള്ള ഒരു ആത്മബന്ധം കുറച്ച് കൂടുതലായിരുന്നു. കാരണം എല്ലാ ദിവസവും ഹിറ്റ് സോങ്സും ഉണ്ടല്ലോ. പിന്നെ ഒരു രാത്രി 10 മണിക്ക് ഒരു വിളി വരും, ഉറപ്പാണ്. അതിനകത്ത് ഒത്തിരി തമാശ കേൾക്കാം. ഗിരീഷിൻ്റെതായിട്ടുള്ള ചില പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ വേണേൽ പറയാം. ചിലപ്പോൾ വെങ്കടേഷ് സാറിൻ്റെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ വെങ്കടേഷ് സാറിന് സ്ഥിരമായിട്ട് ചില പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണം, ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും മാറിയിട്ട് മോഹൻ സിത്താരയാണ് സംഗീതം. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയണം ഇത് മോഹൻ സിത്താരയാണ് എന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും എയർപോർട്ടിൽ പോയി. അവിടെ ചെന്ന് ഫ്ലൈറ്റ് കയറാൻ നേരത്ത് ശങ്കർ വാളൻകുഴി ഡയറക്ടറാണ്. ശങ്കർ വാളൻ പടം യാർ മ്യൂസിക് ഇപ്പോൾ അത് ചേഞ്ച് ആയെന്ന് കേട്ടത്. അപ്പോൾ ഗിരീഷ് പറഞ്ഞ അതിപ്പോൾ മോഹൻ സിത്താരയാണ് പറഞ്ഞു. അങ്ങനെ ഈ ഫ്ലൈറ്റിൽ കയറുന്നു, ഇരിക്കുന്നു. ഇതുപോലെ 4 പേര് സീറ്റിലിരിക്കുന്നു. ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തു. മദ്രാസിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു ചെറിയ ജെർക്കുണ്ടല്ലോ ഇങ്ങനെ. അപ്പോൾ ഇവരൊക്കെ ഉറങ്ങി. അപ്പോൾ ഈ ജെർക്കിൽ എണ്ണിക്കുമല്ലോ. എണ്ണിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഉറങ്ങിയിട്ടില്ല, വെങ്കടേഷ് സാർ. അതെപ്പടി മോഹൻ സിത്താരയ്ക്ക് കിടച്ചാച്ചെന്ന്. അപ്പോഴും ഈ 1 മണിക്കൂർ എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും മാറിപ്പോയെന്നുള്ള ചിന്തയാണ്. ഇതൊക്കെയാണ് ഗിരീഷ് രാത്രി വിളിച്ച് പറയുന്നത്. മാത്രമല്ല, പാട്ട് എഴുതുന്നതും വെളുപ്പിന് 4 മണിക്കാണ്. പക്ഷെ കാലത്ത് 8 മണിക്ക് പാട്ട് കൈ തരുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുമ്പം ഒരു കോമയോ ഒരു ഫുൾ സ്റ്റോപ്പോ ഒരു പുള്ളിയോ ഒരു വള്ളിയോ ഒന്നും മാറ്റണ്ട, കൃത്യമായിരിക്കും. ശരിയാണോ അല്ലേ അണ്ണാച്ചി? പിന്നെ തീർച്ചയായും അതല്ല, അദ്ദേഹം പാടിയും കേൾപ്പിക്കും. തീർച്ചയായിട്ടും മനോഹരമായിട്ട് പാടി കേൾപ്പിക്കും ഗിരീഷ് അണ്ണാച്ചി. എത്ര പാട്ടുകൾ പറയാൻ പറ്റില്ല. എത്ര പാട്ടുകൾ. ആദ്യം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഗിരീഷ് വീടിന്റെ നടയിൽ വന്ന് നിൽക്കുക, ഒരു ഉടുപ്പിന്റെ ഇവിടം വരെ ബട്ടൺസ് എല്ലാം ഊരിയിട്ടിട്ട്. അപ്പം ഞാൻ ഏതോ ഒരുത്തൻ എവിടുന്നോ വന്നിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു രാധാകൃഷ്ണൻ ചേട്ടനുണ്ടോ? അപ്പോൾ മുറുക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടനകത്തുണ്ട്, ഇരിക്കുമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ ഈ ശശിയേട്ടൻ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞു. IV ശശി ദേവാസുരത്തിന് എഴുതാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ അവിടുന്ന് ചേട്ടൻ്റെ KRV 414 എന്നുള്ള കാറിൽ നേരെ അവിടെ ഒരു ട്രിവാൻഡ്രം ക്ലബ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു കോട്ടേജിൽ പോയിരുന്നിട്ട് ഇവർ രണ്ടിനും കാലത്ത് 10 മണിക്ക് ഇതിൻ്റെ കമ്പോസിങ് തുടങ്ങി. അപ്പോൾ ചേട്ടന് എപ്പോഴും ഒരു ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ട്യൂൺ ഇട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല, നച്ചിക്കൊക്കെ അറിയാം. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്. 11:30 ആയിട്ടും എടാ നീ ഒരു 4 വരി എഴുതടാ. ഇങ്ങനെ ആദ്യമായിട്ട് എഴുതാൻ വന്നിരിക്കുക ഗിരീഷ്. ചേട്ടാ ഒരു 2 വരി ഒന്ന് മൂളിത്ത. അവസാനം ചേട്ടന് ഹാർമോണിയൊക്കെ ചെയ്യും. ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗിരീഷ് എഴുതി കഴിഞ്ഞു. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. അതാണ് ഗിരീഷ്, അതാണ് MG. അല്ല അതാണ് അണ്ണാച്ചി. ഒരു നിവർത്തിയില്ല. സൂപ്പർ.